ഹായ് ഫ്രണ്ട്സ്, സംസാരത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ടു പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം. എന്ന് വെച്ചാൽ ടുവിൻ്റെ കൂടെ വെർബ് ഫസ്റ്റ് ഫോം ചേർത്ത് പറയാം. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി എന്നർത്ഥം. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പർപ്പസ് എന്ന് വെച്ചാൽ ഉദ്ദേശത്തെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും, എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഉദ്ദേശം കാണും, അല്ലേ? തീർച്ചയായിട്ടും കാണും. ഞാനൊരു ഉദാഹരണം പറയാണ്. നിങ്ങൾ എവിടേക്കെങ്കിലും പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ നിങ്ങൾ ചോദിക്കുകയാണ്, ഹലോ, നിങ്ങൾ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ നിങ്ങൾ പറയോ, എന്ത് എനിക്കറിയില്ല എന്ന് പറയോ? ആരും പറയില്ല. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഉദ്ദേശം കാണും. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സംസാരത്തിൽ ടു പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം വരാൻ കാരണം. ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി എന്നാണ് ഇതിനർത്ഥം. ഞാൻ ഉദാഹരണം പറയാണ്. കളിക്കുക, എന്താ പറയുക? പ്ലേ. ഈ പ്ലേ എന്ന് പറയുന്ന വെർബിൻ്റെ മുന്നേ ടു ചേർത്തു. അപ്പോൾ എന്തായി? ടു പ്ലേ എന്നാണ്. ടു പ്ലേ എന്താ അർത്ഥം? കളിക്കുക എന്നല്ല, കളിക്കാൻ അല്ലെങ്കിൽ കളിക്കാൻ വേണ്ടി എന്നാണ്. ഞാൻ പറയാണ്, ഞാൻ ഇന്ന് രാവിലെ പാർക്കിൽ പോയിരുന്നു. എന്തിന്? ടു പ്ലേ ക്രിക്കറ്റ്. ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ ഞാൻ ഇന്ന് രാവിലെ പാർക്കിൽ പോയി. ഇനി ഞാൻ പറയാണ്, ഞാൻ എന്നും പത്രം വായിക്കാറുണ്ട്. എന്തിന്? അപ്പം ഞാൻ പറയാണ്, ടു ഇംപ്രൂവ് മൈ ലാംഗ്വേജ്. എൻ്റെ ഭാഷ മെച്ചപ്പെടുത്താൻ വേണ്ടി ഞാൻ എന്നും പത്രം വായിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി എന്ന് പറയുമ്പോൾ ടുവിൻ്റെ കൂടെ വെർബ് ഫസ്റ്റ് ഫോം ചേർക്കുക. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു ഉദ്ദേശത്തെ കാണിക്കാൻ വേണ്ടി, പർപ്പസിനെ കാണിക്കാൻ വേണ്ടി. ഇനി നമുക്കൊരു 5-6 എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ഒന്നാമത്തെ വെർബാണ് എന്ത്? അത് നോക്കാം. ടു പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം, ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി എന്നർത്ഥം. നമ്മുടെ ഒന്നാമത്തെ ഉദാഹരണമാണ് ടു ഇംപ്രൂവ്. ഇംപ്രൂവ് എന്ന് പറഞ്ഞാൽ മെച്ചപ്പെടുത്തുക. ടു ഇംപ്രൂവോ? ടു ചേർത്താലോ? മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ മെച്ചപ്പെടുത്താൻ വേണ്ടി. ഞാൻ ഉദാഹരണം പറയാം. ഐ റീഡ് ദ ന്യൂസ് പേപ്പർ എവ്രി ഡേ എന്നാണ്. ഐ റീഡ് ദ ന്യൂസ് പേപ്പർ എവ്രി ഡേ. എല്ലാ ദിവസവും ഞാൻ പത്രം വായിക്കാറുണ്ട്. എന്തിന്? ടു ഇംപ്രൂവ് മൈ ലാംഗ്വേജ്. അപ്പം എന്തായി? ഐ റീഡ് ദ ന്യൂസ് പേപ്പർ എവ്രി ഡേ ടു ഇംപ്രൂവ് മൈ ലാംഗ്വേജ്. എൻ്റെ ഭാഷ മെച്ചപ്പെടുത്താൻ വേണ്ടി ഞാൻ എന്നും പത്രം വായിക്കാറുണ്ടെന്നായി. ഇനി നമ്മുടെ രണ്ടാമത്തെ ഉദാഹരണം നോക്കാം. ടു ബൈ. ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക. അപ്പോൾ ടു ചേർത്തു. എന്തായി? ടു ബൈ, വാങ്ങാൻ അല്ലെങ്കിൽ വാങ്ങാൻ വേണ്ടി. ഞാനൊരു ഉദാഹരണം പറയാണ്. ഇന്ന് രാവിലെ എൻ്റെ ഫാദർ മാർക്കറ്റിൽ പോയി. ഞാൻ പറയാം, മൈ ഫാദർ വെൻറ്റ് ടു ദ മാർക്കറ്റ് ദിസ് മോർണിംഗ് ടു ബൈ സം വെജിറ്റബിൾസ്. കുറച്ച് പച്ചക്കറികൾ വാങ്ങാൻ വേണ്ടി എൻ്റെ ഫാദർ ഇന്ന് രാവിലെ മാർക്കറ്റിൽ പോയി അല്ലെങ്കിൽ പോയിരുന്നു എന്നായി. ഇനി മൂന്നാമത്തെ ഉദാഹരണമാണ് ടു മീറ്റ്. മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുക. ഇവിടെ നമ്മൾ സാധാരണ സി എന്നും പറയാറില്ലേ? സി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കാണുക എന്നുള്ളതാണ്. ജസ്റ്റ് കണ്ണുകൊണ്ട് കാണുക. പക്ഷേ മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ജസ്റ്റ് കണ്ണുകൊണ്ട് കാണുക എന്നല്ല, പോയി കണ്ടുമുട്ടുക എന്നർത്ഥം. കണ്ടുമുട്ടുക. ഓക്കെ, നേരിട്ട് കാണുക, ഫേസ് ടു ഫേസ് കണ്ടുമുട്ടുക. അതിനാണ് മീറ്റ് എന്ന് പറയാം. അപ്പോൾ മീറ്റ് എന്ന് പറഞ്ഞാൽ കാണുക, അല്ലേ? അപ്പോൾ ടു ചേർത്താലോ? ടു മീറ്റ് എന്ന് പറഞ്ഞാൽ കാണാൻ അല്ലെങ്കിൽ കാണാൻ വേണ്ടി. ഞാൻ ഉദാഹരണം പറയാണ്. I went to the park yesterday. ഞാൻ ഇന്നലെ പാർക്കിൽ പോയിരുന്നു. എന്തിന്? ടു മീറ്റ് മൈ ഫ്രണ്ട്സ്. അപ്പോൾ എന്തായി? I went to the park yesterday to meet my friends. എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി ഞാൻ ഇന്നലെ പാർക്കിൽ പോയിരുന്നു എന്നായി. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിളാണ് സ്റ്റേ എന്ന് പറഞ്ഞാൽ നിൽക്കുക എന്നാണ്, അല്ലെങ്കിൽ താമസിക്കുക. അതിൻ്റെ മുന്നേ ടു ചേർത്തു. അപ്പോൾ എന്തായി? ടു സ്റ്റേ എന്നാണ്. ടു സ്റ്റേ എന്ന് വെച്ചാൽ താമസിക്കാൻ അല്ലെങ്കിൽ താമസിക്കാൻ വേണ്ടി, നിൽക്കാൻ വേണ്ടി എന്നൊക്കെ പറയാം. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാണ്. ഞാൻ നാളെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകും. ഐ വിൽ ഗോ ടു മൈ ഫ്രണ്ട്സ് ഹൗസ് ടുമോറോ. എന്തിന്? ടു സ്റ്റേ വിത്ത് ഹിം. അവൻ്റെ കൂടെ താമസിക്കാൻ. ടു സ്റ്റേ വിത്ത് ഹിം, അവൻ്റെ കൂടെ താമസിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവൻ്റെ കൂടെ താമസിക്കാൻ ഞാൻ നാളെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്നു. ഓക്കെ, ഇനി അടുത്താണ് ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ കുടിക്കുക.
അപ്പോൾ അതിന് മുന്നേ ടു ചേർത്തു. ഒന്നായി ടു ഡ്രിങ്ക്, കുടിക്കാൻ അല്ലെങ്കിൽ കുടിക്കാൻ വേണ്ടി. നമ്മൾ കുട്ടികൾ പറയാറുണ്ട് ഇടയ്ക്ക്, സാർ മേ ഐ ഗോ ടു ഡ്രിങ്ക് വാട്ടർ, മേ ഐ ഗോ, ഞാൻ പോട്ടെ, മേ ഐ ഗോ, എന്തിന്? ടു ഡ്രിങ്ക്, കുടിക്കാൻ വേണ്ടി, മേ ഐ ഗോ ടു ഡ്രിങ്ക് വാട്ടർ, വെള്ളം കുടിക്കാൻ വേണ്ടി ഞാൻ പുറത്ത് പോട്ടെ അല്ലെങ്കിൽ പോട്ടെ എന്നായി. ഓക്കെ, ഇനി അടുത്താണ് പ്ലേ. പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക, അതിന് മുന്നേ ടു ചേർത്തു. എന്തായി? ടു പ്ലേ, കളിക്കാൻ അല്ലെങ്കിൽ കളിക്കാൻ വേണ്ടി. ഞാൻ പറയാണ്, ഹി ഹാസ് ഗോൺ ഔട്ട്സൈഡ്, അവൻ പുറത്ത് പോയിട്ടുണ്ട്. എന്തിന്? ടു പ്ലേ ക്രിക്കറ്റ്, ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ അവൻ പുറത്ത് പോയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്താണ് ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായിക്കുക. ടു ചേർത്താലോ? ടു ഹെൽപ്പ്, സഹായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സഹായിക്കാൻ. ക്ലിയർ? ഇനി ഞാൻ പറയാണ്, ഐ വിൽ ഗോ ദെയർ, ഞാൻ അവിടെ പോകും. എന്തിന്? ടു ഹെൽപ്പ് ഹിം, അവനെ സഹായിക്കാൻ. ഐ വിൽ ഗോ ദെയർ ടു ഹെൽപ്പ് ഹിം, അവനെ സഹായിക്കാൻ വേണ്ടി ഞാൻ അവിടെ പോകുന്നതായി. ക്ലിയർ? ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. വിൻ, ടു വിൻ, ജയിക്കാൻ വേണ്ടി. വിൻ എന്ന് പറഞ്ഞാൽ ജയിക്കുക. ടു ചേർത്താലോ? ടു വിൻ, ജയിക്കാൻ വേണ്ടി. ഞാൻ പറയാണ്, ഇന്നലെ അവർ നന്നായി കളിച്ചു. They played very well yesterday. എന്തിന്? To win the match. മാച്ച് ജയിക്കാൻ വേണ്ടി അവർ നന്നായി ഇന്നലെ കളിച്ചു എന്നായി. ഇനി നിങ്ങൾ ഇതുപോലെ ഒരു 5-6 സെന്റൻസ് ഉണ്ടാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, താങ്ക് യു എവരിവൺ.